ടൂറിസ്റ്റിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങളിത് തെലങ്കാനയിലേക്ക് കയറാൻ പോകുന്നു അല്ലേ. അങ്ങനെ തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ ഇപ്പം മഹാരാഷ്ട്ര കഴിഞ്ഞു തെലങ്കാന ബോർഡറിലേക്ക് എത്താറായി അല്ലേ. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തിയതാണ്. ഹോട്ടൽ സാമ്രാട്ട് റെസിഡൻസി. നല്ല പാർക്കിംഗ് ഏരിയ, അത്യാവശ്യം നല്ല ഫുഡായിരുന്നു. ഇപ്പോൾ രാവിലെ കഴിച്ചു. സമയം ഒരു 11 മണിക്ക് ആയതേ ഉള്ളൂ അല്ലേ, ആ ടൈം ആയതേ ഉള്ളൂ. ഞങ്ങളെന്തായാലും ഫുഡ് കഴിച്ചിട്ട് യാത്ര തുടരുകയാണ്. തെലങ്കാനയിലെ വഴിയോര കാഴ്ചകളും അല്ലേ, ഗൂഗിൾ വല്ല ഗ്രാമക്കാഴ്ച കാണിച്ചു തന്നാൽ അതും കണ്ട് നമുക്ക് യാത്ര തുടരാം. തെലങ്കാനയിലൂടെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെയൊക്കെ ഈ കോട്ടൺ, നമ്മുടെ പഞ്ഞിയില്ലേ, ഇതിൻ്റെ കൃഷിയാണ് ഈ ഏരിയയിൽ. കുറേ ഏക്കർ കണക്കിന് ഈ പഞ്ഞി കൃഷിയാണ്. ഇതിങ്ങനെ വിളഞ്ഞിരിക്കും. നമ്മൾ ഈ നാട്ടിലൊക്കെ വലുതേ കണ്ടിട്ടുള്ളെങ്കിൽ ഇവിടെ ചെറിയ സാധനമാണ്. ഇവിടെ ഇങ്ങനെ ഏക്കർ കണക്കിന് ആ തോട്ടമാണ്. നോക്കത്താ ദൂരത്തോളം ഇടയ്ക്കിടയ്ക്ക് മരങ്ങളുണ്ട്. കണ്ടു കഴിഞ്ഞാൽ കാട് കയറി കിടക്കുന്നവരുണ്ട്. പക്ഷേ ഇതിനകത്ത് ഈ പഞ്ഞിയാണ് കൃഷി. ഇടയിൽ കൂടി വേറെ എന്തോ ഒരു സാധനം കൂടി ഉണ്ട്. ഞങ്ങളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്കൊന്ന് റെസ്റ്റ് എടുക്കാം. ഇവിടെ ഒരു വണ്ടി നോക്കി കൊയ്ത്തഞ്ചിനാന്നല്ലേ. അപ്പോൾ ഞങ്ങൾ എന്നാ പറയുക, എവിടെ ഹൈദരാബാദ് എത്താറായില്ലല്ലേ. ഹൈദരാബാദിന് 100 കിലോമീറ്റർ ഇപ്പുറം. അങ്ങനെ ഞങ്ങളിങ്ങനെ നിർത്തിയിട്ട് കഴിഞ്ഞ ദിവസം അവിടുന്ന് ഒരു ബ്രെഡ് വാങ്ങിയായിരുന്നു. രാവിലെ അതിന് ടേസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് കഴിച്ചില്ല. എന്നിട്ട് ഇപ്പോൾ അതിനകത്ത് ആ കഴിഞ്ഞ ദിവസം അവിടുന്ന് എടുത്ത് ബെല്ലം ബാക്കി ഉണ്ടായിരുന്നു. ഇവൻ വെറൈറ്റി ആയിട്ട് ഞങ്ങൾ അതിനുള്ളിൽ വെച്ച് തിന്നുവാണ്. ജാമിന് പകരം ബെല്ലം വെച്ച് തിന്നു. ഇത് ബെല്ലം അതിന് കുഴപ്പമൊന്നുമില്ല അല്ലേ, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ അത് കഴിക്കലാണ് ഞങ്ങളുടെ പരിപാടി. എന്തായാലും ഇത് കുറച്ചുകൂടി ചെല്ലുമ്പോൾ ഹോട്ടലിൽ കയറി ഫുഡ് കഴിക്കണം, വേറെ കാര്യം. ഫുഡ് കഴിച്ചിട്ട് ഇപ്പോൾ ഒരു 1.5 മണിക്കൂർ പോലും ആയിട്ടില്ല അല്ലേ, അത്ര ആയിട്ടില്ല. പിന്നെ ചുമ്മാ നിർത്തി ഇപ്പം ഒരു വെറൈറ്റിക്ക് പരിപാടിക്ക് വേണ്ടി നോക്കിയത്, വെള്ളം കുടിയും പരിപാടി. ഇവിടെ ഈ പാക്കറ്റ് ബ്രെഡിന് 10 രൂപയായി ചെറുതിന് അല്ലേ. എന്നാലും താമസം റൂമിനടുത്തുണ്ടായിരുന്നു 10 രൂപയുടെ പാക്കറ്റ്. മിൽക്ക് ബ്രെഡാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ടേസ്റ്റ് ഒന്നുമില്ല. ഇതിപ്പോൾ നമ്മുടെ പാടം അല്ലേ. ഇവിടെ മറ്റേ അരി ഉണ്ടായിരുന്നോ, ചെറിയൊരു അരിയാണ്. ഇവരുടെ അരി നമ്മുടെ സാധാരണ മറ്റേ അതിൻ്റെ പേരെന്നാ പറയുക, പച്ചരി പോലത്തെ അരി. ആ അരിയാണ് ബിരിയാണി അരി പോലത്തെ അരി. ബിരിയാണി അരിയാണെന്ന് പറയാൻ പറ്റില്ലേ. ഇവൻ അവിടുന്ന് വഴിക്കുന്ന ഒരെണ്ണം പറിച്ചെടുത്തായിരുന്നു. അതുകൊണ്ട് പിന്നെ കഴിഞ്ഞ ദിവസം അന്നത്തെ ഉല്ലാസ് തന്നെ ഞാൻ പാക്കറ്റ് ബാക്കിയുണ്ട്, അത് തിന്നുക. വെള്ളം അവിടെ ഇരിപ്പുണ്ട്, വെള്ളം കുടി. എന്തായാലും വെറൈറ്റി പരിപാടിയാണ്. രാവിലെ ഞാൻ എന്നോട് പറഞ്ഞിട്ട് ഇപ്പം കേട്ടില്ല. ഞാൻ രാവിലെ പരീക്ഷിച്ച കാര്യമായിരുന്നു. അപ്പോൾ സംഭവം കൊള്ളാം. ബ്രെഡ് തീർന്നു ഇപ്പോൾ. നമ്മളങ്ങനെ എത്ര KSRTC ഉണ്ടല്ലോ. KSRTC അല്ല, ഇതിപ്പോൾ പോകുന്നുണ്ടോ തെലങ്കാന
തെലങ്കാന RTC, അങ്ങനെ കർണാടക RTC കണ്ടു, തെലങ്കാന കണ്ടു, ഹിമാചൽ കണ്ടു, ജമ്മു കണ്ടു, ഹരിയാന, പഞ്ചാബ്, രാജസ്ഥാൻ, അങ്ങനെ RTCകളുടെയും വണ്ടികളിലൊക്കെ ഇഷ്ടം പോലെ വണ്ടികൾ. എന്തായാലും സംഭവം ഇന്നിപ്പോൾ കുറേ ഓടാനുണ്ട്. ഒരു എത്ര മണിക്കൂറാണ് റണ്ണിങ് ടൈം പറഞ്ഞാൽ ഒരു 8 മണിക്കൂർ 9 മണിക്കൂർ റണ്ണിങ് ടൈം ഉണ്ട് ശരിക്കും പറഞ്ഞാൽ. ഇപ്പോൾ കണ്ടിന്യൂ വിട്ട് കഴിഞ്ഞാൽ തന്നെ ഒരു 6 മണി 6:30 ആവും ഇവിടെ എത്തണമെങ്കിൽ. അതാണ് പരിപാടി. എന്തായാലും തീറ്റയും പരിപാടിയൊക്കെ കഴിഞ്ഞ് പയ്യെ വിടും. ഇവിടെയൊക്കെ റോഡ് സൈഡിൽ ഇങ്ങനെ വണ്ടി കൊണ്ട് വെച്ചിട്ടുണ്ട്, വണ്ടി ഇരിക്കുന്നുണ്ടല്ലേ, റോഡിൽ നിന്ന് ഇച്ചിരി ഇങ്ങനെ ഇറക്കി വെച്ച് അവിടെ ഉണ്ട്. മുകളിൽ കൂടി വണ്ടി ഹൈവേയിൽ വണ്ടി ഇങ്ങനെ പോകുന്നുണ്ട്. നമ്മൾ ഇന്നലെ തൊട്ട് യാത്ര ചെയ്യുന്ന മുഴുവൻ ഇതിൽ കൂടി അല്ലേ, നാഷണൽ ഹൈവേ 43 44. അത് അതിനിടയ്ക്ക് ഏഷ്യൻ ഹൈവേ 44 എഴുതി കാണിക്കുന്നുണ്ട്. അതൊക്കെ രസമാണ്. ആ ഒരു സെയിം റോഡ് തന്നെ അല്ലേ? ആ ഇന്നലെ ആഗ്ര തൊട്ട് ഇവിടം വരെ സെയിം റോഡ്, ഒരു മാറ്റമില്ല. പിന്നെ ഇടയ്ക്ക് റോഡ് പണിയുണ്ട്, എന്നാലും നമ്മുടെ കുഴപ്പമില്ലാത്ത റോഡല്ലേ. കഴിഞ്ഞ ദിവസം അങ്ങോട്ട് പോയല്ലോ, പക്ഷേ കുറച്ച് ചെക്കിങ് കൂടുതലല്ലേ ഈ റോഡിൽ. നമ്മളെ പിടിക്കുന്നില്ല, അത് തന്നെ ഭാഗ്യം. ബൈക്കാറെ ഫ്രീ ആയിട്ട് വിടുന്നുണ്ട്. സംസ്ഥാന ബോർഡറുകളിലായാലും ഇപ്പോൾ തെലങ്കാന കയറി ചെക്കിങ്ങിലായിരുന്നു, പിന്നെ കർണാടകയിലോട്ട് ചെല്ലണം. ഈ റോഡിൽ പിന്നെ കേരള വണ്ടികൾ കാണാനില്ലെങ്കിലും കർണാടക വണ്ടി കാണുന്നുണ്ട്, അതുകൊണ്ടൊരു ആശ്വാസമാണ്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഇവിടെ അല്ലേ ഈ ഭാഗത്തൊക്കെ ടെൻ്റ് അടിച്ച് കൂടാൻ വേണ്ടി നല്ല സുഖമാണ്. പക്ഷേ രാത്രിയായ ആൾക്കാരുടെ മൈൻഡ് അങ്ങനെ നമുക്ക് അറിയത്തില്ല. പക്ഷേ ഇന്നത്തെ ആൾക്കാർ ഭയങ്കരമായിട്ട് നമ്മളോട് ഡ്രൈവിങ്ങിൽ ഭയങ്കര ഒരു മോശം പോലെ അല്ലേ, ഇതുവരെ ഇല്ലാത്തൊരു മോശം പോലെ റോഡ് കാണിക്കുന്നുണ്ട്. സാധാരണ എല്ലാവരും വന്നിട്ട് ഞങ്ങളോട് പരിചയപ്പെട്ട് മിണ്ടുമൊക്കെ ചെയ്യാറ്. വീടിന് കൈയോട് പേടിപ്പിക്കുവാണ്. നാറിയില്ല ഇപ്പോൾ ഒന്നങ്ങ് ഇടിക്കും എന്ന കണ്ടീഷനാണ് വണ്ടി ഓടിക്കുന്നത്. നമ്മളങ്ങനെ ആദ്യമായിട്ടല്ലേ അങ്ങോട്ട് പോയപ്പോൾ തെലങ്കാനക്ക് സംസ്ഥാനത്ത് കയറിയിട്ടില്ല, അപ്പുറം വഴിയാണ്, സോലാപൂർ വഴിയാണ് പോയത്. ഇതിപ്പോൾ അതിൻ്റെ ഇപ്പുറത്തൂടെ ഒന്ന് നേരെ കർണാടകയ്ക്ക് ഇറങ്ങുവാണ് ചെയ്യേണ്ടത്. എന്തായാലും വെള്ളം കുടിയും പരിപാടിയും ചെറിയ രീതിയിലുള്ള ഭക്ഷണം കഴിയെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ മുന്നോട്ടേക്ക് പോകാനാണ്. എന്തായാലും റെസ്റ്റ് ഇങ്ങനെയാണ്, 100 കിലോമീറ്റർ ഓടിക്കുക, സൈഡാക്കുക, കുറച്ചേരം ഇരിക്കുക, പോവുക. എന്തായാലും ആകെ ഞങ്ങളുടെ ആശ്വാസം എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഈ തമിഴ്നാട് വണ്ടിയും കർണാടക വണ്ടിയും കാണുമ്പം നാടെത്താനായല്ലോ എന്നൊരു പ്രതീക്ഷ. ആ ഒരു പ്രതീക്ഷയിൽ ഞങ്ങളിങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം എന്തായാലും നമുക്ക് വിട്ടേക്കാം. വെള്ളം കൂടിയും പരിപാടിയും കഴിഞ്ഞാൽ നമുക്ക് ഞങ്ങൾ യാത്ര തുടരുന്നു. ഞങ്ങളുടെ യാത്ര ഇപ്പം ഹൈദരാബാദും പിന്നിട്ട് ഏതോ ഒരു സ്ഥലത്തല്ലേ, ബാംഗ്ലൂർ റോഡ്. കുറച്ച് പേരയ്ക്ക വാങ്ങി, കുറച്ചല്ല ഒരെണ്ണം വെറുതെ അല്ല വഴിക്കണ്ടപ്പം. ഇവിടെ എല്ലാ ബ്ലോക്ക് വരുമ്പോഴും ഒരു ബമ്മിൻ്റെ അടുത്ത് ഇതല്ലേ പേരയ്ക്ക, പിന്നെ വേറെന്തോ സാധനം അങ്ങനെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു തിന്നാൻ വേണ്ടി. അതൊന്നും പിന്നെ ഞങ്ങൾ എണ്ണ അടിക്കാൻ വേണ്ടി നിർത്തിയിട്ടാണ്. നിങ്ങൾ യാത്രയൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ ശരിക്കും ഈ ഭാരത് പെട്രോളിയത്തിൻ്റെ ഇത് പരസ്യം പറയുന്നൊന്നുമല്ല, ഈ പമ്പിലാണ് ഇതിൻ്റെ സൗകര്യം കണ്ടോ അല്ലേ. ഉള്ളിൽ ഹോട്ടലുണ്ടാവും, പാർക്കിംഗ് ഏരിയ നോക്ക്, നല്ല ഏരിയ ആണ്, തണൽ മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ച്. ഇത് ആദ്യം ഈ ഫ്രണ്ടിൽ കാണുന്നത് പെട്രോൾ അല്ലേ, വലിയ വണ്ടികളൊക്കെ അതിൻ്റെ പുറകിൽ. നമുക്ക് ഒരു റിസ്ക്കും ഇല്ലാണ്ട് എണ്ണ അടിച്ചിട്ട് പോകും, തിരക്കില്ല. അപ്പം ഇന്നലെ രാത്രി നമ്മൾ ഇതേപോലെ അടിച്ചോണ്ട് ഇന്ന് ഞങ്ങൾ തപ്പി കണ്ടുപിടിച്ചല്ലേ, എണ്ണ കുറഞ്ഞിട്ടും അടിക്കാതെ മുന്നോട്ട് വന്നിട്ട് ഞങ്ങളങ്ങനെ നമ്മൾ അവരുടെ ഇവിടെ വെച്ചിരിക്കുകയാണ്. വണ്ടി അടുത്തിരിപ്പുണ്ട്. വണ്ടിക്ക് ഇപ്പം 200 കിലോമീറ്റർ മുകളിൽ ഓടിയല്ലേ രാവിലെ. അതുകൊണ്ട് വണ്ടിക്ക് റെസ്റ്റ്, ഞങ്ങൾക്ക് റെസ്റ്റ്, അതിന് പറ്റിയ സ്ഥലം. ശരിക്കും ടെൻറ്റ് കൊണ്ടൊക്കെ വരുന്നവർക്ക് ഇവിടെയൊക്കെ ടെൻറ്റ് അടിച്ച് കഴിഞ്ഞാലും അല്ലേ
നല്ല സേഫ്റ്റി ആയിരിക്കും. കാരണം വണ്ടി അതിന് പുറകുവശമുണ്ട്. ഇത് ശരിക്കും പമ്പിൻ്റെ പുറകുവശം ആ ലോറി കിടക്കുന്നത്. അവിടെയൊക്കെ വണ്ടി ഉണ്ടോ വെച്ചാൽ ആരും കാണാൻ പിടിക്കാനും പോകുന്നില്ല. അതന്നെ ഫുഡുണ്ട്. മാത്രമല്ല പമ്പിൻ്റെ അത്രയും ദൂരം ഇവിടെയൊക്കെ വേണേൽ കുക്ക് ചെയ്താൽ പോലും ചിലപ്പോൾ ഇത് പറയാൻ ചാൻസില്ല ഒന്നും അല്ലേ. ഇതാ ഹൈവേന്ന് ഇത്രേ ഉള്ളൂ. നല്ല അടിപൊളി പരിപാടി. അപ്പം നമ്മൾ ഈ യാത്രയിൽ ഇത്രയും സംസ്ഥാനങ്ങളിലൂടെ പോയിട്ട് മിക്കയിടത്തും എച്ച് പിടിയും പോയിട്ട് ഭാരത് പെട്രോളത്തിൻ്റെ പമ്പ് ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഹൈവേയിൽ വലിയ പമ്പുകളുണ്ട്. നല്ല സൗകര്യം, സേഫ്റ്റി ആയിട്ട് ഇരിക്കാം. അപ്പോൾ എന്തായാലും പേരൊക്കെ നിന്നുകൊണ്ട് ഞങ്ങളുടെ യാത്ര മുന്നോട്ടേക്ക്. വേറെ ഒന്നും കൊണ്ടല്ല വീഡിയോ ഇടാതെ. കഴിഞ്ഞ 2-3 ദിവസങ്ങളായി ഞങ്ങൾ ഒരേ യാത്രയല്ലേ, ഒന്നും കാണാനൊന്നുമില്ല. ഹൈവേ മാത്രമേ ഉള്ളൂ. അത് തന്നെ നമ്മുടെ നാഷണൽ ഹൈവേ 43 അതിലൂടെ ഇങ്ങനെ ഒരേ യാത്ര, റോഡിലെ കാഴ്ചയാണ്. ഇത്രയും കാലം നമ്മുടെ ഹൈദരാബാദിലെ തെലങ്കാനയിലെ അരിയായിരുന്നു കാഴ്ച. ഇപ്പോൾ വേറെ എന്തൊക്കെയോ മിക്സഡ് കൃഷികളും കാര്യങ്ങളും കാണുന്നുണ്ട്. മാവ് എന്തൊക്കെയോ കൃഷികൾ. അപ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ട് നമുക്ക് എന്തായാലും മുന്നോട്ടേക്ക് പോകാം. ഇന്ന് മാക്സിമം ഞങ്ങൾക്ക് അല്ലേ വീട് പിടിക്കാൻ പറ്റും എന്ന് തോന്നുന്നേ. അത് തന്നെ നമ്മുടെ ഇന്ന് വൈകുന്നേരം ആകുമ്പോഴേക്കും നമ്മൾ ശ്രീരംഗോട്ടം എത്തുമെന്നാണ് കാണിക്കുന്നത് നമ്മുടെ കിലോമീറ്ററിൽ. പിന്നെ അവിടുന്ന് അത്രേ ഉള്ളൂ. നമ്മൾ സ്ഥിരം പോകുന്ന റൂട്ടും ആയതുകൊണ്ട് ധൈര്യപൂർവ്വം അങ്ങ് ഓടിക്കും ഞങ്ങൾ. അങ്ങനെയാണ് ഞങ്ങളുടെ പരിപാടി ഉള്ളത്. അങ്ങനെ പ്ലാൻ പോലെ നടക്കുവാണെങ്കിൽ നാളെ രാവിലെ ഞങ്ങൾ വീട്ടിലൊടിക്കും. അങ്ങനെ നീണ്ട 24 ദിവസത്തിന് ശേഷം ഞങ്ങൾ നാട് പിടിക്കും. ക്വാറന്റൈൻ നിൽക്കേണ്ട റൂമിൻ്റെ കാര്യത്തിലൊന്നും ഇതുവരെ തീരുമാനമായില്ല. പരിപാടിയിലാവോ അറിയത്തില്ല. പിന്നെ ഇപ്പം രജിസ്റ്റർ ചെയ്യണമെന്നു അല്ലേ? രജിസ്ട്രേഷൻ ഒന്നും ഇല്ലാന്ന് തോന്നുന്നു, അറിയത്തില്ല. ഒരു ശ്രീരംഗപട്ടണം എത്തിയിട്ട് വിളിച്ചു ചോദിക്കണം. അങ്ങനെ ആ പരിപാടി രാത്രിയിൽ വണ്ടി വിടുന്നുണ്ടോ ഒന്നുമില്ല, അറിയത്തില്ല. ഇന്ന് പരിപാടിയിലാവോ എന്നറിയത്തില്ല. ഇല്ലെങ്കിൽ വല്ല ചെക്ക് പോസ്റ്റിന് അപ്പുറം വല്ലതും കിടന്ന് ഉറങ്ങേണ്ടി വന്നു കഴിഞ്ഞാൽ പിന്നെ ഇത്രയും ലോകം കണ്ട സ്ഥിതിക്ക് ഇനി അതൊന്നൊരു വിഷയമല്ല. തണുപ്പില്ലെങ്കിൽ നമുക്ക് ഇനി തണുപ്പുണ്ടെങ്കിൽ തന്നെ ഒരു 10-15 വരെ നമ്മൾ സഹിക്കും. അതിന് താഴോട്ടേ കുഴപ്പമുള്ളൂ. എന്തായാലും നമ്മുടെ യാത്ര തുടരാം അല്ലേ?